ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഹൻലാൽ, ശോഭന എന്നിവർ പ്രധാന താരങ്ങളെ തരുൺമൂർത്തി സംവിധാനം ചെയ്ത് ഏപ്രിൽ 25 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുത്ത തുടരും എന്ന സിനിമയുടെ നാലാമത്തെ തിങ്കളാഴ്ച കൂടിയായ 25ാമത്തെ ദിവസമാണ് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. ചിത്രത്തിന്റെ നാലാമത്തെ ഞായറാഴ്ച കൂടിയ ഇന്നലെ വരെയുള്ള 24 ദിവസത്തെ വിശദമായ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇന്നലെ ഞായറാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 2,75,00,000 രൂപയായിരുന്നു. ചിത്രത്തിന്റെ ആദ്യ 24 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ 110,20 ലക്ഷം രൂപയിലാണ് എത്തി നിൽക്കുന്നത്. ഈ 110 കോടിയുടെ കേരള ഷെയറായി നിർമ്മാതാവിന് ലഭിച്ചിരിക്കുന്നത് 47 കോടി രൂപയാണ്. അതേസമയം തുടരും എന്ന ഈ മോഹൻലാൽ ചിത്രത്തിന് റെക്കോർഡ് എക്സ്ട്രാ നൈറ്റ് ഷോകളാണ് സംസ്ഥാനമെമ്പാടും വ്യാപകമായി സംഘടിപ്പിക്കപ്പെട്ടിരുന്നത്. ചിത്രം തിയേറ്ററിലെത്തിയ ഏപ്രിൽ 25 വെള്ളിയാഴ്ച മുതൽ 24ാം ദിവസമായ നാലാമത്തെ ഞായറാഴ്ച കൂടിയ ഇന്നലെ വരെയുള്ള ഈ സിനിമയുടെ എക്സ്ട്രാ ഷോകൾ 4123 ആണ്. ഇനി ഈ ചിത്രത്തിന്റെ 25ാമത്തെ ദിവസം കൂടിയായ ഇന്ന് തിങ്കളാഴ്ചയിലെ ഈ സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ഇന്നും സിനിമ കേരളത്തിൽ 1,20,00,000 1,40,00,000 റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. അങ്ങനെ 25 ദിവസത്തെ ഈ സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ 111,50,00,000 എത്തി നിൽക്കുകയാണ്. ചിത്രം തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് തന്നെ സിനിമയുടെ OTT സാറ്റലൈറ്റ് റൈറ്റ്സ് വിൽക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമയുടെ OTT റിലീസുമായി ബന്ധപ്പെട്ട വാർത്ത അന്ന് പുറത്ു വന്നിരുന്നത് ചിത്രം ഒരു മാസം എത്തുന്നതിന് മുമ്പ് തന്നെ OTT റിലീസ് ഉണ്ടായിരിക്കും എന്നാണ്. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ സിനിമ ഇനിയും 10-15 ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ OTTയിലേക്ക് വഴിമാറൂ എന്നാണ്. ഇനി ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് വന്നാൽ ആദ്യ 24 ദിവസം കൊണ്ട് 223 കോടിക്ക് മുകളിലായിരുന്നു ഈ സിനിമ കളക്ട് ചെയ്തിരുന്നത്. 25ാം ദിവസമായ തിങ്കളാഴ്ചയോടെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 225 കോടിക്ക് മുകളിൽ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദിലീപിന്റെ 150ാമത്തെ സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലി 11ാം ദിവസമായ ഇന്ന് തിങ്കളാഴ്ചയും മികച്ച ഹോൾഡ് നിലനിർത്തി മുന്നേറ്റം തുടരുക തന്നെയാണ്. ഷാരിസ് മുഹമ്മദിന്റെ തിരക്കഥയിൽ ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ റാണിയ റാണ, ഖ്യാൻ ശ്രീനിവാസൻ, സിദ്ദീഖ്, ജോണി ആന്റണി, ബിന്ദു പണിക്കർ, ഉർവശി, മഞ്ജു പിള്ള എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. ചിത്രം ഇന്നലെ ഞായറാഴ്ച കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 1,50,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. ചിത്രത്തിന്റെ ആദ്യ 10 ദിവസത്തെ കേരള കളക്ഷൻ 9,81,00,000 രൂപയാണ്. ചിത്രം 10 ദിവസം കൊണ്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്തത് 75 ലക്ഷം രൂപയാണ്. അങ്ങനെ ആദ്യ 10 ദിവസം കൊണ്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷനായി 10,56,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ചിത്രത്തിന്റെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള GCC ഓവർസീസ് കളക്ഷൻ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. അതുപ്രകാരം വിദേശ കളക്ഷനായി 4,75,00,000 രൂപയാണ് ആദ്യ 10 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ ആദ്യ 10 ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി 15,31,00,000 രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. ഇനി ഈ ചിത്രത്തിന്റെ 11ാം ദിവസമായ ഇന്ന് തിങ്കളാഴ്ചയിലെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് 75 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. അങ്ങനെ 11 ദിവസം പിന്നിടുമ്പോൾ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 10,50,00,000 മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. 11 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 16-16.5 കോടി റേഞ്ചിലാണ്. നവാഗതനായ മനു സ്വരാജ് തിരക്കഥയിൽ സംവിധാനം ചെയ്ത് മെയ് 8 വ്യാഴാഴ്ച തിയേറ്ററിലെത്തി സൂപ്പർ ഹിറ്റ് വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് പടക്കളം. സുരാജ് വെഞ്ഞാറമൂട്, ഷറഫുദ്ദീൻ എന്നിവർ പ്രധാന താരങ്ങളാകുന്ന ഈ സിനിമ 11ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 1,10,00,000 രൂപയായിരുന്നു. അങ്ങനെ ആദ്യ 11 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 6,60,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. 12ാം ദിവസമായ ഇന്ന് തിങ്കളാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 60 ലക്ഷത്തിന് മുകളിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 12 ദിവസം പിന്നിടുമ്പോൾ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 7,20,00,000 രൂപ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 11 കോടിക്ക് മുകളിലുമാണ്. ആസിഫ് അലിയുടെ ഏറ്റവും പുതിയ സിനിമയായ സർക്കിട്ട് പരാജയം ഉറപ്പാക്കിയിരിക്കുകയാണ്. തമർ കെ.ബി. തിരക്കഥയിൽ സംവിധാനം ചെയ്ത ഈ സിനിമ മെയ് 8 വ്യാഴാഴ്ചയാണ് തിയേറ്ററിലെത്തിയിരുന്നത്. ചിത്രം ഇന്നലെ ഞായറാഴ്ചയായിട്ട് കൂടി കേരളത്തിൽ കളക്ട് ചെയ്തത് ആകെ 8 ലക്ഷം രൂപ മാത്രമാണ്. അങ്ങനെ 11 ദിവസം കൊണ്ട് 2,05,00,000 രൂപ മാത്രമാണ് ഈ സിനിമ കേരളത്തിൽ സ്വന്തമാക്കിയത്. അതേസമയം 12ാം ദിവസമായ ഇന്ന് തിങ്കളാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 3 ലക്ഷം രൂപയാണ്. അങ്ങനെ 12 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ നിന്ന് 2,08,00,000 രൂപ മാത്രമാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. മാത്യു തോമസ് നായകനായി ദിലീഷ് കരുണാകരൻ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് മെയ് 16 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ 3D സിനിമയാണ് ലവ്ലി. ചിത്രം ആദ്യ 3 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തത് 34 ലക്ഷം രൂപ മാത്രമാണ്. 4ാം ദിവസമായ ഇന്ന് തിങ്കളാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 5 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ചിത്രം 4 ദിവസം പിന്നിടുമ്പോൾ ഏകദേശം 39 ലക്ഷത്തോളം രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ചിത്രം ആദ്യ 3 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 1 കോടിയിൽ എത്തിച്ചേരും എന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ആദ്യ 3 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 84 ലക്ഷം രൂപ മാത്രമാണ് ഈ സിനിമ കളക്ട് ചെയ്തത്. ചിത്രം 4 ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി 90-95 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. മെയ് 17 ഇന്ത്യയിൽ റിലീസ് ചെയ്ത ഹോളിവുഡ് ആക്ഷൻ സ്പൈ ചിത്രമാണ് മിഷൻ ഇമ്പോസിബിൾ ദി ഫൈനൽ റെക്കണിംഗ്. മിഷൻ ഇമ്പോസിബിൾ ഫ്രാഞ്ചൈസിയിലെ 8ാമത്തെ പരമ്പരയായ ഈ സിനിമ കേരളത്തിൽ 2ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച 66 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ചിത്രത്തിന്റെ 2 ദിവസത്തെ കേരള കളക്ഷൻ മാത്രം 1,07,00,000 രൂപയാണ്. 2 ദിവസം കൊണ്ട് ഇന്ത്യൻ നെറ്റ് കളക്ഷനായി ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് 33 കോടി രൂപയാണ്. ഏകദേശം $400 മില്യൺ ഈ സിനിമയുടെ ബഡ്ജറ്റ്. മെയ് 1 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത തമിഴ് സിനിമയാണ് ടൂറിസ്റ്റ് ഫാമിലി. അഭിഷാന്ത് ജീവന് തിരക്കഥയിൽ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ശശികുമാർ, സിമ്രാൻ എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ സിനിമ 18ാം ദിവസമായി ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 9 ലക്ഷം രൂപയായിരുന്നു. ടോട്ടൽ 18 ദിവസം കൊണ്ട് 1,43,00,000 രൂപയാണ് ഈ സിനിമ കേരള ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. തമിഴ്നാട്ടിൽ നിന്ന് 18 ദിവസം കൊണ്ട് 52,35,00,000 സ്വന്തമാക്കിയ ഈ സിനിമ 18 ദിവസം കൊണ്ട് കർണാടക കളക്ഷനായി 4,80,00,000 രൂപയുമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്നലെ ഞായറാഴ്ച വരെയുള്ള ഈ സിനിമയുടെ 18 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 76 കോടി റേഞ്ചിലുമാണ്.
സൂര്യയുടെ കഥയ്ക്ക് പ്രശാന്ത് പാണ്ഡ്യരാജ് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് മെയ് 16 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത തമിഴ് സിനിമയാണ് മാമൻ. പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത് മികച്ച കളക്ഷനുമായി മുന്നേറുന്ന ഈ സിനിമയിൽ സൂര്യ, ഐശ്വര്യലക്ഷ്മി, രാജ് കിരൺ, സ്വാസിക, ബാലശരവണൻ, ബാലഭാസ്കർ, വിജയ് ചന്ദ്രശേഖർ എന്നിങ്ങനെയാണ് താരങ്ങൾ. ചിത്രം ആദ്യ ദിവസമായ വെള്ളിയാഴ്ച തമിഴ്നാട് കളക്ഷനായി 1,88,00,000 രൂപയും രണ്ടാം ദിവസമായ ശനിയാഴ്ച 2,63,00,000 രൂപയുമാണ് കളക്ട് ചെയ്തത്. മൂന്നാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച 3,95,00,000 കളക്ട് ചെയ്ത ഈ സിനിമയുടെ ആദ്യ 3 ദിവസത്തെ തമിഴ്നാട് കളക്ഷൻ 8,46,00,000 രൂപയാണ്. കർണാടകയിൽ നിന്ന് ആദ്യ 3 ദിവസം കൊണ്ട് 75 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമയുടെ 3 ദിവസത്തെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ 10 കോടിക്ക് മുകളിലാണ്. ചിത്രത്തിന്റെ വിദേശ കളക്ഷനുമായി ബന്ധപ്പെട്ട വ്യക്തമായ വിവരം ലഭ്യമായിട്ടില്ല. എസ് പ്രേമാനന്ദ് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് മെയ് 16 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടിയ തമിഴ് കോമഡി ഹൊറർ സിനിമയാണ് DD നെക്സ്റ്റ് ലെവൽ. ചിത്രത്തിൽ സന്താനം, സെൽവരാഘവൻ, ഗീതിക തിവാരി, ഗൗതം വാസുദേവ് മേനോൻ എന്നിങ്ങനെയാണ് താരങ്ങൾ. ചിത്രം ആദ്യ ദിവസമായ വെള്ളിയാഴ്ച തമിഴ്നാട് കളക്ഷനായി 3,06,00,000 രൂപയും രണ്ടാം ദിവസമായ ശനിയാഴ്ച 3,17,00,000 രൂപയുമാണ് കളക്ട് ചെയ്തത്. മൂന്നാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച 3,45,00,000 കളക്ട് ചെയ്ത് ടോട്ടൽ തമിഴ്നാട് കളക്ഷനായി 3 ദിവസം കൊണ്ട് 9,68,00,000 രൂപയാണ് സ്വന്തമാക്കിയത്. ചിത്രത്തിന്റെ 3 ദിവസത്തെ തമിഴ്നാട് ഷെയർ 4,20,00,000 രൂപയുമാണ്. കർണാടക കളക്ഷനായി ആദ്യ 3 ദിവസം കൊണ്ട് 90 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമയുടെ ആദ്യ 3 ദിവസത്തെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ 12 കോടി റേഞ്ചിലുമാണ്. തല അജിത് കുമാർ നായകനായി അതിക് രവീന്ദ്രൻ തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് ഏപ്രിൽ 10 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് ഗുഡ് ബാഡ് അഗ്ലി. തൃഷ, അർജുൻ, പ്രഭു, പ്രസന്ന, സുനിൽ, ജാക്കി ഷെറഫു, പ്രിയ പ്രകാശ് വാര്യർ, ഷൈം ടോം ചാക്കോ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. ഈ സിനിമ കേരള ഫൈനൽ കളക്ഷനായി കളക്ട് ചെയ്തത് 5 കോടിയോളം രൂപയാണ്. 2025 തമിഴ്നാട്ടിൽ തിയേറ്ററിലെത്തിയ സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്തത് ഗുഡ് ബാഡ് അഗ്ലി തന്നെയാണ്. 151 കോടിക്ക് മുകളിലാണ് ഈ സിനിമ അവിടെ നേടിയെടുത്തത്. ചിത്രത്തിന്റെ ഫൈനൽ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 180,15,00,000 രൂപയും ഫൈനൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 246,15,00,000 രൂപയുമാണ്. ബോക്സ് ഓഫീസിൽ നിലവിൽ ഈ സിനിമ പരാജയമാണ് ഏറ്റുവാങ്ങിയിട്ടുള്ളത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.